എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോൺ മെറ്റൽസ് അലോഹങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ആരെങ്കിലും വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കാനുള്ള നോൺ മെറ്റൽ കാറ്റഗറിയാണ്, അതായത് കാർബണിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബൺ നിങ്ങൾക്ക് എല്ലാം അറിയാലോ, നമുക്ക് ചുറ്റുപാടും ഈ കാർബണിൻ്റെ സംയുക്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ പദാർത്ഥങ്ങളിലും എന്തുണ്ട്? കാർബൺ ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ പദാർത്ഥങ്ങളിലും എന്താണ്? കാർബൺ ഉണ്ട്. കാർബണിൻ്റെ പുതിയ പുതിയ ഓരോരോ സംയുക്തങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നേച്ചറിലാണെങ്കിൽ ഈ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലൊക്കെ കാർബൺ കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? നോക്കാം. ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസ് അറൗണ്ട് us കണ്ടെയ്ൻ കാർബൺ അല്ലേ, നമ്മൾ പറഞ്ഞു. ന്യൂ കാർബൺ കോമ്പൗണ്ട്സ് ആർ ഡിസ്കവേർഡ് ഓർ പ്രിപ്പയർഡ് ഡേ ആഫ്റ്റർ ഡേ. കാർബൺ ഈസ് ഫൗണ്ട് ബോത്ത് ഇൻ എലമെന്റൽ സ്റ്റേറ്റ് ആൻഡ് ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ നേച്ചർ. മനസ്സിലായല്ലോ? നമുക്ക് ചുറ്റുമുള്ള മിക്കവാറും പദാർത്ഥങ്ങളിലും എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിരിക്കുന്നു. അനുദിനം പുതിയ കാർബൺ സംയുക്തങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിലും സംയുക്താവസ്ഥയിലും കാർബൺ കാണപ്പെടുന്നു. അതായത് എലമെൻ്റൽ സ്റ്റേറ്റിലും കമ്പൈൻഡ് സ്റ്റേറ്റിലും നേച്ചറിലും എന്ത് കാണപ്പെടുന്നു? കാർബൺ കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ കാർബണിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. ആറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 ആണ്. നമുക്കറിയാം ഇല്ലേ? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത്? 2ഉം 4ഉം വരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2ഉം 4ഉം വരും. ഏത് പീരീഡാണ്? കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണല്ലോ. പീരീഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ തന്നെ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ് അല്ലേ? പി ബ്ലോക്കാണ്. പിന്നെന്താണ്? ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിൽ പെടും? 14th ഗ്രൂപ്പാണ്. അതുപോലെ വാലൻസി എത്ര വരും? വാലൻസി സംയോജക എന്ന് പറഞ്ഞിരിക്കുന്നത് 4ഉം ആണ്. മനസ്സിലായത്? അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാർബണിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ആറ്റോമിക് നമ്പർ 6 ആണെന്നറിയാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കുക, ഗ്രൂപ്പ് 14 ആണ്, വാലൻസി ഒക്കെ 4 ആണെന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം കാർബൺ പലതരത്തിലുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാർബൺ സംയുക്തങ്ങൾ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാർബണിൻ്റെ രൂപങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതെന്താണ്? കൽക്കരിയാണ്. ഇതെന്താണ്? ഡയമണ്ട് ആണ്, വജ്രമാണ്. ഇതെന്താണ്? ഗ്രാഫൈറ്റ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ ഇതെല്ലാം കാർബണാണെന്നറിയാമോ? കൽക്കരി കാർബണാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? കൽക്കരി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാർബണാന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. പക്ഷെ ഡയമണ്ട് കാർബൺ ആണോ? നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഡയമണ്ട് ആക്ച്വലി കാർബൺ ആണ് കേട്ടോ. കാർബൺ ആണ് ഡയമണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ ഗ്രാഫൈറ്റ് നമ്മുടെ പെൻസിലൊക്കെ ഉപയോഗിക്കുന്നില്ല, ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതും കാർബൺ ആണ്. ഗ്രാഫൈറ്റ് എന്നറിയപ്പെടുന്നത് കാർബണിൻ്റെ ഒരു സംയുക്തം തന്നെയാണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെല്ലാം എന്താണ്? കാർബൺ തന്നെയാണ്. പക്ഷേ എന്താണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി? ഭൗതികമായിട്ട് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഭൗതിക ഗുണങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ്? കൽക്കരി കറുത്ത നിറത്തിരിക്കുന്നു. ഡയമണ്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് നല്ല തിളക്കമുള്ള നിറത്തിൽ തിളങ്ങിയിരിക്കുന്നു അല്ലേ? പക്ഷേ എന്താണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, രാസഗുണങ്ങൾ എന്തൊക്കെയാണ്? രാസഗുണങ്ങൾ സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മനസ്സിലായല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. അങ്ങനെ അതായത് വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ നമ്മൾക്ക് പറയാം രൂപാന്തരങ്ങൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇതെന്താണ്? വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളാണ്. പക്ഷേ ഒരു മൂലകം തന്നെയല്ലേ? കാർബൺ തന്നെയല്ലേ? ഇതിൻ്റെ എല്ലാത്തിൻ്റെ അതും കാർബൺ തന്നെയാണുള്ളത്. പക്ഷേ അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ എങ്ങനെയാണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്. ഓർത്തിരിക്കട്ടെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ആണ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഭൗതിക ഗുണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പക്ഷേ അതെന്താണ്? ഒരേ മൂലകം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് രൂപാന്തരങ്ങൾ എന്ന് പറയും, അലോട്രോപ്സ് എന്ന് പറയും. രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ്. ആൻഡ് ദിസ് ഫിനോമിൻ, അതുപോലെ ഈ പ്രതിഭാസത്തെ നമ്മൾ പറയുന്ന പേരാണ് അലോട്രോപ്പി. മനസ്സിലായ? അലോട്രോപ്പി അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ സെയിം കാർബൺ തന്നെയാണ്, പക്ഷേ എങ്ങനെയാണ്? അതിന് ഭൗതിക ഗുണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ. മനസ്സിലാക്കുക കേട്ടോ. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഫിനോമിനെ നമ്മൾ എന്ത് പറയും? അലോട്രോപ്പി എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ കൽക്കരി ഇല്ലേ? കൽക്കരി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? കാർബണാണ്. ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? കാർബണാണ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? കാർബണാണ്. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഈ കാർബണിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇല്ലേ, അതായത് രൂപാന്തരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അലോട്രോപ്സ് ഓഫ് കാർബൺ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അലോട്രോപ്സ് ഓഫ് കാർബൺ അല്ലെങ്കിൽ കാർബണിന്റെ രൂപാന്തരങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. കാർബണിന്റെ രൂപാന്തരങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്നും അമോർഫസ് അലോട്രോപ്സ് എന്നും പറയാം. അതായത് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്നും അമോർഫസ് രൂപാന്തരങ്ങൾ എന്നും പറയാം. മനസ്സിലായല്ലോ? അപ്പം കാർബണിൻ രൂപാന്തരങ്ങളുണ്ടല്ലേ, കാർബണിൻ്റെ ഈ രൂപാന്തരങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ, അമോർഫസ് അലോട്രോപ്സ് അല്ലെങ്കിൽ അമോർഫസ് രൂപാന്തരങ്ങൾ. മനസ്സിലായല്ലോ? അതിലെ തന്നെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെ പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ വരുന്നവയാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, അതുപോലെ തന്നെ ഗ്രഫീൻ എന്നൊക്കെ പറയുന്നത്. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ അമോർഫസ് അലോട്രോപ്സിൽ വരുന്നതാണ് നമ്മുടെ ചാർക്കോള്, കോക്ക്, ലാം ബ്ലാക്ക്, കോള്. അതായത് ചാർക്കോൾ നമുക്കറിയാം, കോക്ക്, വിളക്കുകരി, കൽക്കരി, ഇതൊക്കെ എന്താണ്? അമോർഫസ് അലോട്രോപ്സിൽ വരുന്നതാണ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? കാർബണാണ്. കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. മെയിൻ കണ്ടന്റ് എന്ത് തന്നെയാണ് അതിലുള്ളത്? കാർബൺ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട്. ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4 കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഈ ഡയമണ്ടും അതുപോലെ തന്നെ ഗ്രാഫൈറ്റും എന്നും പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു ഷേപ്പ് കാണും, ഒരു പ്രത്യേക ജിയോമെട്രിക്കൽ ഷേപ്പ് കാണും കേട്ടോ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് നിശ്ചിത ജ്യാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ്, ജിയോമെട്രിക്കൽ ഷേപ്പ് കാണും. അതുപോലെ തന്നെ അവിടെ പാർട്ടിക്കിൾസ് എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഘടനയിൽ ക്രമത്തിലായിരിക്കും അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ക്രമത്തിൽ അടുക്കിയിരിക്കും. അതിനൊരു 3 ഡയമെൻഷണൽ രൂപത്തിലാണ് അത് ഇരിക്കുന്നത്. അതിങ്ങനെ 3 ഡയമെൻഷനായിട്ട് പ്രത്യേക രീതിയിൽ അടുക്കിയിരിക്കും. ക്ലിയർ ആയല്ലോ? നോക്കാം. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഹാവ് ഡെഫിനറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ്. Particles are arranged in a regular pattern in crystalline forms and the arrangement is repeated in 3 dimensions. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് എങ്ങനെയാണ്? ജാമിതീയ ആകൃതി ഉണ്ടായിരിക്കും, ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. അവയുടെ ക്രിസ്റ്റൽ ഘടനയിൽ കണങ്ങളെ എങ്ങനെയാണ്? ക്രമത്തിൽ അടുക്കിയിരിക്കുകയും അത് ത്രിമാന തലത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായില്ലോ? ഒരു ജാമിതീയ ആകൃതിയോ ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ്? ഒരു കൃത്യമായ രീതിയിൽ ക്രമത്തിൽ അടുക്കിയിരിക്കും. എന്നിട്ട് അതൊരു 3 ഡയമെൻഷനായിട്ട് അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ പെടുന്നവ ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ആൻഡ് ഗ്രഫീൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാ ആദ്യത്തെയാണ് നമുക്കുള്ളത് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം എന്ന് പറഞ്ഞിരിക്കും. ഡയമണ്ട് അല്ലെങ്കിൽ വജ്രം നോക്കാം എന്താണെന്നുള്ളത്. നോക്കാം. ഡയമണ്ടിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡയമണ്ടിൻ്റെ ഇതുകൊണ്ട് ഇതാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഹാർഡസ്റ്റ്, നേച്ചറിലെ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ. നേച്ചറിലുള്ളതിൽ ഏറ്റവും കാഠിന്യം കൂടിയ ഒരു പദാർത്ഥമാണ് ഡയമണ്ട്. ഡയമണ്ട് ഈസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ നേച്ചർ കേട്ടോ. ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. The peculiarities of diamond is due to its crystalline structure. കേട്ടോ. വജ്രത്തിൻ്റെ ആ സവിശേഷതയ്ക്ക് കാരണം എന്താണ്? അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ്. അതിൻ്റെ ഘടന കണ്ടില്ലേ? ആ ഘടനയാണ് വജ്രത്തിൻ്റെ ആ ഒരു സവിശേഷതയ്ക്ക് കാരണം. എന്താണ്? പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണെന്ന് പറഞ്ഞു. ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ്. അതിന് കാരണം എന്താണ്? അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയത് കാർബണാന്ന് പറഞ്ഞു. ഇതിൽ നോക്കി ഒരു കാർബണാറ്റ്, സപ്പോസ് ഈ ഒരു കാർബണാറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാർബണാറ്റ് നോക്കി എത്ര കാർബണാറ്റുമായിട്ട് അവിടെ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട്. നോക്കിയത് ഈ ഒരു കാർബണാറ്റം ദാ ഇതുമായിട്ട് 1, അത് നോക്കി ഇതുണ്ടല്ലോ 2, അത് നോക്കിയ 3, അത് നോക്കിയേ 4 ഇല്ലേ? 4 കാർബണാറ്റവുമായിട്ട് അടുത്തുള്ള 4 കാർബണാറ്റവുമായിട്ട് അതെന്താണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? കാർബണിൻ്റെ വാലൻസി എത്രയാണ് നമുക്കറിയാം. കാർബൺ വാലൻസി 4 അല്ലേ? കാർബണിൻ്റെ വാലൻസി 4 നമുക്കറിയാം. ക്ലിയർ ആയല്ലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വാലൻസി 4. അങ്ങനെയാണെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടോ? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. നോ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയാം അല്ലേ? ഇവിടെ നോക്കുക. കാർബൺ തൊട്ടടുത്തുള്ള മറ്റ് 4 കാർബണാറ്റവുമായിട്ട് എന്തുണ്ട്? കോവാലന്റ് ബോണ്ടിങ്ങിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം അവിടെ ഉണ്ടാകുന്നുണ്ട്.
കാർബണിൻ്റെ വാലൻസി നമുക്കറിയാം 4 നമുക്കറിയാം ഇല്ല. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് പിന്നെ ഉണ്ടോ? ഇല്ല. ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് എന്താണ്, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. അതായത് വൈദ്യുതി അവിടെ കടത്തി വിടുന്നില്ല. ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യുന്നില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലല്ലേ, ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമല്ലേ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ കാർബൺ എങ്ങനെയാണ് തൊട്ടടുത്തുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് ബോണ്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. കാർബണിൻ്റെ വാലൻസി 4 അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ് അല്ല എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻസ് നോക്കുക. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു ഹൗ മെനി സറൗണ്ടിങ്സ് കാർബൺ ആറ്റം? വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട്? എത്രയാണ്? 4. തൊട്ടടുത്തുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിങ് നടക്കുന്നുണ്ട് ഇല്ലേ. ഇനി വാട്ട് ഇസ് ദ വാലൻസി ഓഫ് ദ കാർബൺ? കാർബണിന്റെ വാലൻസി എത്രയാണ്? 4. ശരിയല്ലേ. ഇനി ആ ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. കാർബണിന്റെ വാലൻസി 4. 4 കാർബൺ ആറ്റവുമായിട്ട് എങ്ങനെയാണ് അത് കോവാലന്റ് ബോണ്ടിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് പറയാം, അത് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അത് കടത്തിവിടുന്നില്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഹീറ്റിനെ കടത്തിവിടുന്നുണ്ട് കേട്ടോ. തെർമൽ കണ്ടക്റ്റീവ് ആണ്, ഹീറ്റിനെ കടത്തിവിടുന്നുണ്ട്. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നില്ല, പക്ഷെ അത് ഹീറ്റിനെ കടത്തിവിടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ? എഴുതിയിരിക്കുന്നു നോക്കുക. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 4 other carbon atoms surrounding to it. ദിസ് സ്ട്രോങ് ബോണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ദ ഡയമണ്ട്. അത് 4 കാർബൺ ആറ്റവുമായിട്ട് എന്താണ് സഹസംയോജന ബന്ധനത്തിൽ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബന്ധനമാണ് അവിടുത്തെ വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. ഇപ്പോൾ ചോദിക്കാം കേട്ടോ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ദ ഡയമണ്ട് എന്നാണ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. പഠിക്കുക കേട്ടോ. Due to the absence of free electrons in this crystalline structure, diamond does not conduct electricity. പറഞ്ഞല്ലോ, ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോൺ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം there is no free electrons, അല്ലെങ്കിൽ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഇല്ല അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ടാണ് അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത്. ക്ലിയർ ആയല്ലോ. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഡയമണ്ട് ഹാർഡ്നെസ്സിന് കാരണം എന്താണ്, അതുപോലെ തന്നെ ഡയമണ്ട് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടുന്നില്ലാത്തതിൻ്റെ കാരണവും എന്താണ്. ക്ലിയർ ആയല്ലോ. ഈ ചിത്രം നോക്കിയേ. ഈച്ച് കാർബൺ ആറ്റം ഇൻ ഡയമണ്ട് ഈസ് ജോയിൻഡ് ടു 4 other കാർബൺ ആറ്റം. കണ്ടില്ലേ, ഈ ഒരു കാർബൺ ആറ്റം മറ്റ് കാർബൺ ആറ്റവുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് കോവാലന്റ് ബോണ്ടിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ്, നോ ഫ്രീ ഇലക്ട്രോൺസ്. അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല അല്ലേ, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യും. ഇങ്ങനെ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം. ഇനി നമുക്ക് ഡയമണ്ടിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം കേട്ടോ, സവിശേഷതകൾ നോക്കാം. സം പ്രോപ്പർട്ടീസ് ഓഫ് ഡയമണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഹാർഡ്നെസ് ഈസ് വെരി ഹൈ, കാഠിന്യം വളരെ കൂടുതലാണ്. ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ദെൻ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകതയാണ് കേട്ടോ. ഹീറ്റിനെ കടത്തിവിടും കേട്ടോ, ഹീറ്റിനെ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് ഉയർന്ന താപചാലകയാണ്, അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ദെൻ പിന്നെ എന്താണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ഉയർന്ന അപവർത്തനാങ്കവും അതിനുണ്ട്. അപ്പം ഇതാണ് ഡയമണ്ടിൻ്റെ സവിശേഷത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ 4 പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, പഠിക്കുക. ഹാർഡ്നെസ്, കാഠിന്യം കൂടുതലാണ്, വൈദ്യുതിയെ കടത്തി വിടുന്നില്ല, ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഉയർന്ന താപചാലകതയാണ്, ഹീറ്റിനെ കടത്തി വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്, ഉയർന്ന അപവർത്തനാങ്കവുമാണ്. മനസ്സിലായല്ലോ. ഇനി ഇപ്പം ഇങ്ങനെയുള്ള സവിശേഷതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡയമണ്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇല്ലേ. ഓർണമെൻറ്റ്സിൽ, ജ്വല്ലറി ഓർണമെൻറ്റ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഡയമണ്ട് ഉപയോഗിക്കാറുണ്ട്. ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡയമണ്ട് ഉപയോഗിച്ചിട്ടാണ്.
അതുപോലെ തന്നെ ചില ഐ സർജറീസ്, കാറ്ററാക്ട് പോലുള്ള, തിമിരം പോലെയുള്ള സർജറീസ് ഒക്കെ ഇല്ല. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഡയമണ്ട് ടിപ്ഡ് ആയിട്ടുള്ള നൈഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കാറ്ററാക്ട് ഒക്കെ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡയമണ്ട് യൂസസുകൾ എന്തൊക്കെയാണ്? യൂസിങ് ഡയമണ്ട്സ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ് ആൻഡ് കട്ടിംഗ് ഗ്ലാസസ് കേട്ടോ. ഡയമണ്ട് യൂസസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക കേട്ടോ. മേക്കിംഗ് ഓർണമെന്റ്സ് ആൻഡ് കട്ടിംഗ് ഗ്ലാസസ്, അതാണ് ഡയമണ്ട് യൂസസുകൾ. അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹാർഡ്നെസ് ഉണ്ട്, കാഠിന്യമുണ്ട്, അതുപോലെ സുതാര്യത, ട്രാൻസ്പെറൻസി അല്ലേ, ട്രാൻസ്പെറൻ്റ് ആണ്. ലസ്റ്റർ, നല്ല തിളക്കം ഉണ്ടല്ലേ. ഡയമണ്ട് ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ തിളക്കം കിട്ടുന്നത് കേട്ടോ. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്, ഉയർന്ന അപവർത്തനാങ്കമുണ്ട്. ഡയമണ്ട് സ്പാർക്കിൾ സോ ബ്രില്യൻലി ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലന സാധ്യത. ഡയമണ്ട് കട്ട് ചെയ്യൂല, പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. നമ്മൾ പഠിച്ചതല്ലേ പൂർണ്ണാന്തര പ്രതിഫലനം, പഠിച്ചതല്ലേ? അതായത് ഓരോ കട്ട് ചെയ്യുന്ന പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ലസ്റ്റർ അവിടെ ഉണ്ടാവുകയാണ്, അതായത് തിളക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? അപ്പോൾ ഓർത്തിരിക്കുക, ഡയമണ്ട് സവിശേഷതകൾ ഓർത്തിരിക്കുക, ഡയമണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കട്ടിംഗ് ഗ്ലാസ്, ജ്വല്ലറി അല്ലെങ്കിൽ മേക്കിംഗ് ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഡയമണ്ട് ടിപ്പഡ് നൈഫ് ഫോർ ഐ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് റീസൺ ഹാർഡ്നെസ് ആണ്, ട്രാൻസ്പെറൻസി ആണ്, ലസ്റ്റർ. ഓർണമെന്റ്സ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ലസ്റ്റർ, നല്ല തിളക്കമുണ്ട്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ നല്ല തിളക്കം ഉണ്ടാകാൻ കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമാണ്. ഇതൊക്കെ ഡയമണ്ട് സവിശേഷതകളിൽ തന്നെ പെടുന്നതാണ് കേട്ടോ. അപ്പം എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ്, അലോട്രോപ്സ് ആണ്. അതായത് ഗ്രാഫൈറ്റ് എന്ന് പറയും. ഗ്രാഫൈറ്റ് നിങ്ങൾക്കറിയാം അല്ലേ, പെൻസിലിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് ആണ്. നമ്മൾ എഴുതുന്ന മൊനയില്ലേ, നിബില്ലേ, അതെന്താണ്? ഗ്രാഫൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഗ്രാഫൈറ്റിൻ്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കോവാലന്റ് ബോണ്ടിങ് നടക്കുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിയാൽ ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റവും ഇതാ നോക്കുക. സപ്പോസ് ഈ ഒരു കാർബൺ ആറ്റം എടുത്തു, ഇതൊരു കാർബൺ ആറ്റം, ഗ്രാഫൈറ്റിലെ ഈ ഒരു കാർബൺ ആറ്റം എടുത്തു. ചുറ്റുമുള്ള എത്ര എണ്ണമായിട്ട് കോവാലന്റ് ബോണ്ടിങ് നടക്കുന്നുണ്ട്? ഇതാ നോക്കി, ഇത് 1 അല്ലേ, ഇതൊന്ന്, പിന്നെ എന്താണ്? ഇത് 2, പിന്നെ എന്താണ്? ഇത് ഇല്ലേ, 3. ചുറ്റുമുള്ള 3 എണ്ണവുമായിട്ട് അല്ലേ, ചുറ്റുമുള്ള 3 മറ്റ് കാർബണാറ്റവുമായിട്ട് അവിടെ കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജന ബന്ധവുമുണ്ട്. മനസ്സിലാവുന്നല്ലോ? നമുക്കറിയാം ഇവിടെ വാലൻസി, കാർബണിൻ്റെ വാലൻസി 1 ആണ് അല്ലേ, കാർബണിൻ്റെ വാലൻസി 1 ആണ്. ഇവിടെ 3 എണ്ണമായിട്ടല്ലേ കോവാലന്റ് ബോണ്ടിങ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. ക്ലിയർ ആയല്ലോ? ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് എന്താണ്? ഇലക്ട്രിസിറ്റി അത് കടത്തിവിടും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഗ്രാഫൈറ്റ് എന്താണ്? കണ്ടക്ടറാണ് നമുക്ക് പറയാം. അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിലുള്ള സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? തൊട്ടടുത്തുള്ള 3 മറ്റ് കാർബണാറ്റവുമായിട്ട് അത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ 3 എണ്ണവുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വൈദ്യുതി അത് കടത്തിവിടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു ഹൗ മെനി സറൗണ്ടിങ്സ് കാർബൺ ആറ്റം? ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും ചുറ്റുമുള്ള എത്ര കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു? എത്ര എണ്ണമാണ്? 3 എണ്ണം ഇല്ലേ, 3 മറ്റ് കാർബൺ ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. ഇനി ഹൗ മെനി ഫ്രീ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഓൺ ഈച്ച് കാർബൺ ആറ്റം ഇൻ ഗ്രാഫൈറ്റ്? ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റത്തിലെയും സ്വതന്ത്ര ഇലക്ട്രോൺ എണ്ണ എത്രയാ? 1 അല്ലേ, ഒരു സ്വതന്ത്ര ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത്. മനസ്സിലായല്ലോ? ഒരു ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത്. ദെൻ വൈ ഡസ് ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റിയെ കടത്തിടാനുള്ള കാരണം എന്താണ്? ഗ്രാഫൈറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അല്ലേ, ഫ്രീ ഇലക്ട്രോൺസ്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടെന്ന് പറയാം. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് എന്താണ് അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? 3 മറ്റു കാർബണാറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് എന്താണ്? ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യുന്നു.
ഇനി ഇവിടെ നോക്കി, സ്ട്രക്ചർ നോക്കി, ഘടനയിൽ നോക്കി, ഇവിടെ എങ്ങനെയാണ് ഓരോ പാളികളും ഒന്നിനും മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലല്ലേ വന്നിരിക്കുന്നത്. ഓരോ പാളികളും ഇല്ലേ, ഓരോ പാളികളും ഒന്നിനും മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാളികൾക്കിടയിൽ തമ്മിൽ അവിടെ സഹസംയോജക ബന്ധനമില്ല, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിങ് ഇല്ല. ഓരോ കാർബൺ ആറ്റവും തമ്മിലാണ്, അതായത് ഓരോ പാളിയിൽ കാർബൺ ആറ്റം തമ്മിലാണ് സഹസംയോജക ബന്ധത്തിലുള്ളത്. അല്ലാതെ ഓരോ പാളികൾ തമ്മിൽ ഇല്ലേ, ഈ ഓരോ പാളികൾ തമ്മിൽ എങ്ങനെയാണ് അവിടെ സഹസംയോജക ബന്ധനമില്ല. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, വളരെ കുറവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ലോ എന്ന് പറയാം. ഇവിടുത്തെ ഈ പാളികൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ് അവിടെ വളരെ കുറവാണ്, ലോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ പാളികൾക്ക് എന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാൻ പറ്റും. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫൈറ്റ് പറയാം ഒരു സ്ലിപ്പറി നേച്ചറാന്ന് പറയാം. അതായത് തെന്നി മാറാൻ എന്നൊരു നേച്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്. മനസ്സിലായില്ല? തെന്നി മാറും. ക്ലിയർ ആയ പറഞ്ഞത്? ഗ്രാഫൈറ്റിൻ്റെ ഓരോ പാളികൾ തമ്മിൽ സഹസംയോജക ബന്ധനമില്ല, പാളികൾ തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ലോ അട്രാക്റ്റീവ് ഫോഴ്സ്, അതായത് ആകർഷണ ബലം അവിടെ എങ്ങനെയാണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ്, ഇവയ്ക്ക് തെന്നി മാറാൻ കഴിയും, സ്ലിപ്പ് ചെയ്ത് പോകാൻ കഴിയും, തെന്നി മാറാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫൈറ്റ് എന്താണ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വസ്തുക്കളൊക്കെ നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഉണ്ട്, എണ്ണ ഒരു ലൂബ്രിക്കൻ്റ് ആണ്. അതായത് അത് സ്മൂത്തായിട്ട് പോവും, അധികം എന്താണ് ബലത്തിലൊന്നും ഇരിക്കാതെ സ്മൂത്തായിട്ട് പോകുന്നതാണ് ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൂബ്രിക്കൻ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. അത് സ്ലിപ്പറിയാന്ന് പറഞ്ഞു, അതായത് തെന്നി മാറുന്നതിൻ്റെ കാരണം എന്താണ്, അവിടെ എന്താണ് പാളികൾ തമ്മിൽ, ഗ്രാഫൈറ്റിൻ്റെ പാളികൾ തമ്മിൽ എന്താണ് കോവാലന്റ് ബോണ്ടിങ് ഇല്ല, അവിടെ ലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ? നോക്കോട്ടോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു 3 other കാർബൺ ആറ്റം സറൗണ്ടിങ് ഇറ്റ്. അതിന് ചുറ്റുമുള്ള ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പാളികൾ എങ്ങനെയാണ്, പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഘടന. പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റ് ഹാസ് എ ലെയേർഡ് സ്ട്രക്ചർ വിത്ത് ഈച്ച് ലെയർ അറേഞ്ച്ഡ് വൺ എബവ് ദ അതർ. ദർ ഈസ് നോ കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനം ഇല്ല. അടുത്ത പോയിന്റ്. ഇനി ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ഈസ് വീക്ക്. എന്താണ്, ദുർബലമായ ആകർഷണ ബലമാണുള്ളത്. ക്ലിയർ ആയല്ലോ? ഹെൻസ് വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. സോ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻ്റ്. അതുകൊണ്ട് തന്നെ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിയും. അതിനാൽ ഗ്രാഫൈറ്റ് ഒരു സ്നേഹകമായി അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഗ്രാഫൈറ്റിൻ്റെ പ്രത്യേകതകൾ ലെയേർഡ് സ്ട്രക്ചറാണ്, അതൊന്നിനു മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. അതിന് കോവാലന്റ് ബോണ്ടിങ് ഇല്ല. പിന്നെന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്ലിപ്പറി, തെന്നി മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതാണ് ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ യൂസസുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൂബ്രിക്കൻ്റ് ആയിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് കേട്ടോ, ബാറ്ററി ഒക്കെ ഇല്ലേ, നമ്മൾ ബാറ്ററി ഉണ്ടല്ലോ, സെല്ലുണ്ടല്ലോ, ഈ സെല്ലിലെ ഇലക്ട്രോഡ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രോഡുകളായിട്ട് ഗ്രാഫൈറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കാൻ. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് റോഡ് ഉപയോഗിക്കാൻ കാരണം, ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ലേ, കണ്ടക്ട് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ പെൻസിലിൻ്റെയൊക്കെ പെൻസിൽ ഉപയോഗിക്കാൻ കാരണം എന്താണ്, അത് സ്ലിപ്പറി നേച്ചറല്ല, തെന്നിപ്പോവും. അതുപോലെ സോഫ്റ്റാണ്, നമുക്ക് എന്താണ് എഴുതാൻ, നല്ല മൃദുവായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. പേപ്പറുമായിട്ടൊരു അഡീഷൻ ബലമൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതിൽ പെൻസിലിലൊക്കെ നമ്മൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാരണം എന്താണ്, സ്ലിപ്പറി നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഓർത്തിരിക്കുക, യൂസസ് ഓഫ് ഗ്രാഫൈറ്റ് എന്താണ്, ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പെൻസിലിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, സം യൂസസ് ഓഫ് ഗ്രാഫൈറ്റ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇറ്റ്. ഗ്രാഫൈറ്റിൻ്റെ ഏതാനും ഉപയോഗങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിന് സഹായമായ സവിശേഷത കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫൈറ്റിൻ്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു, ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെൻസിലിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്നേഹവുമായിട്ട്. യൂസസ് ഓഫ് ഗ്രാഫൈറ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇലക്ട്രോഡിൻ്റെ ഡ്രൈ സെല്ല് ആണ് യൂസ്ഡ് ടു മേക്ക് പെൻസിലിൻ്റെ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലൂബ്രിക്കൻ്റ് ആയിട്ട്. യൂസസ് ഓഫ്
ഗ്രാഫൈറ്റ്. അങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ സവിശേഷത എന്താണ്, അല്ലെ പ്രോപ്പർട്ടി, എന്ത് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ആദ്യമേ ഇലക്ട്രോഡ്, അല്ലെ ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കും. കാരണം എന്താണ്, അത് വൈദ്യുതിയെ കടത്തിവിടുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് വൈദ്യുതിയെ കടത്തിവിടുന്നു. അതിന് കാരണം എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഇല്ല ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. കോവാലന്റ് ബോണ്ടിങ് നടക്കുന്നുണ്ട്, അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. മനസ്സിലായല്ലോ? അതാ നോക്കുക, ഗ്രാഫൈറ്റ് ലെയർഡ് സ്ട്രക്ചർ അലോസ് ഫോർ എ ഈസി മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. അല്ലേ, ഇലക്ട്രോൺസ് അവിടെ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. മേക്കിംഗ് ഇറ്റ് ആൻ എക്സലന്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. This property is essential for its use as an electrode in dry cell, where it facilitates the flow of electrical circuit. മനസ്സിലായല്ലേ? അപ്പം എന്താണ്, സെല്ലിലൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി അത് കടത്തിവിടുന്നുണ്ട്. ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കാനുള്ള കാരണം. ഇനി യൂസ്ഡ് ടു മേക്ക് പെൻസിൽ ലെഡ്. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ലെഡായിട്ടത്, പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ് നോക്കുക. സോഫ്റ്റ് ആൻഡ് ഈസിലി മാർക്കബിൾ. സോഫ്റ്റ് ആണ്, മൃദുവാണ്, പേപ്പറിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. മനസ്സിലായി? അതുപോലെ ചാരനിറം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേപ്പർ അടയാളം ഉണ്ടാക്കാനുള്ള കഴിവ്, അതാണ് ഈസിലി മാർക്ക് ചെയ്യാൻ സാധിക്കും. പേപ്പറുമായിട്ടൊരു അഡീഷൻ ബലം കേട്ടോ, അഡീഷൻ ബലം ഉണ്ട്. അതുപോലെ മൃദുലമാണ് കേട്ടോ, സോഫ്റ്റ് മൃദുലമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് പെൻസിലിൽ ലെഡായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഗ്രാഫൈറ്റ്സ് ലെയർഡ് സ്ട്രക്ചർ അലോസ് ദ ലെയേഴ്സ് ടു സ്ലൈഡ് ഓവർ ഈച്ച് അതർ ഈസിലി, മേക്കിംഗ് ഇറ്റ് സോഫ്റ്റ് ആൻഡ് ഈസിലി മാർക്കബിൾ. This property is ideal for pencil lead as it allows the graphite to leave a mark on a paper with minimum pressure. നമുക്കറിയാം, പേപ്പറിൽ എഴുതുമ്പോൾ അധികം പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മിനിമം പ്രഷർ കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ചാരനിറമായതുകൊണ്ട് നല്ല തെളിഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായല്ലോ? ഇനി അടുത്ത യൂസ് പറഞ്ഞു, ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണ്, തെന്നി മാറുകയെന്ന് പറഞ്ഞു. അത് തമ്മിൽ എന്താണ്, ലെയേഴ്സുകൾ തമ്മിൽ എങ്ങനെയാണ്, ലോ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ അവിടെ വളരെ കുറവാണ്. അതാണ് കാരണം. അത് നോക്കുക, പ്രോപ്പർട്ടി എന്താണ്, ലോ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയേഴ്സ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ഈസ് വീക്ക്. നമ്മൾ പറഞ്ഞല്ലേ, ലെയേഴ്സുകൾ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എങ്ങനെയാണ്, ഒരു ലെയർ മറ്റൊന്നിന് മേലെ തെന്നി മാറാൻ സാധിക്കും. വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. ക്ലിയർ ആയല്ലോ? മൃദുവാണ്, ദുർബലമായ ആകർഷണബലമാണുള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ കഴിയും. ക്ലിയർ ആയല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്രാഫൈറ്റിൻ്റെ യൂസസുകൾ എന്തൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയമണ്ടും ഗ്രാഫൈറ്റ് എന്നും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും. കാർബണിൻ്റെ ക്രിസ്റ്റൽ അലോട്രോപ്സിലെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനാണ് ഈ ഡയമണ്ടും അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, യൂസസ് മനസ്സിലാക്കുക, അതിൻ്റെ സവിശേഷത അല്ലെങ്കിൽ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാഫൈറ്റിനെ അതുപോലെ ഡയമണ്ടിനെ ഒന്ന് തരംതിരിക്കാം അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. നോക്കുക, അപ്പിയറൻസ് എങ്ങനെയാണ്, കാഴ്ചയിൽ എങ്ങനെയാണ്, ഗ്രാഫൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളറിലാണ് അല്ലേ. ഡയമണ്ട് എങ്ങനെയാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, കളർലെസ് ആണ് അല്ലേ. ഇനി ഹാർഡ്നെസ്, കാഠിന്യം എങ്ങനെയാണ്, ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണെന്ന് പറഞ്ഞു. ഡയമണ്ട് എങ്ങനെയാണ്, ഹാർഡസ്റ്റ് ആണ്, ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് നേച്ചർ അല്ലേ. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യമോ, ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടറാണ് ഇല്ലേ, ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഗുഡ് കണ്ടക്ടറാണ്. ഡയമണ്ട് എങ്ങനെയാണ്, ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻസുലേറ്റർ ആണ്. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി, താപചാലകത എങ്ങനെയാണ്, മോഡറേറ്റ് ആണ്. ഗ്രാഫൈറ്റ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റിയാണ്, താപചാലകതയാണുള്ളത്. പക്ഷേ ഡയമണ്ടിന് എങ്ങനെയാണ്, എക്സലൻ്റ് ആണ് കേട്ടോ, ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ആണുള്ളത് കേട്ടോ. ഡയമണ്ട് നല്ലപോലെ താപചാലകതയുണ്ട്, ഗ്രാഫൈറ്റും താപചാലകതയുണ്ട്. പക്ഷേ ഗ്രാഫൈറ്റിനേക്കാളും കൂടുതലായിട്ടുള്ളത് ഡയമണ്ടിനാണ് കേട്ടോ. ഇനി യൂസസ് നമ്മൾ പറഞ്ഞു, ഗ്രാഫൈറ്റ് എന്തൊക്കെയാണ്, ലൂബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്, ബാറ്ററീസിൽ ഇലക്ട്രോഡ്സ് കേട്ടോ അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ആണെങ്കിലോ ജുവലറിയിൽ, പിന്നെ കട്ടിങ് ടൂൾസ് കേട്ടോ, അതൊക്കെ പ്രധാനമായിട്ട് ഈ രണ്ട് യൂസസ് ഓർത്തിരിക്കും കേട്ടോ. ജുവലറി അതുപോലെ തന്നെ കട്ടിങ് ഗ്ലാസ്സസ് കേട്ടോ, ടൂൾസ് ഉപയോഗിക്കുന്ന ഗ്ലാസ് പ്രധാനമായിട്ട് അത് ഓർത്തിരിക്കുക. ടൂൾസ് എന്ന് പറഞ്ഞാലും മതി, എങ്കിലും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കട്ടിങ് ഗ്ലാസ് അതാണ് ഇച്ചിരി ആപ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ അത് പഠിച്ചിരിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ ഗ്രാഫൈറ്റിൻ്റെയും ഡയമണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ. പ്രധാനമായിട്ട് ഈ 4 പ്രോപ്പർട്ടിയാണ്: അപ്പിയറൻസ്, ഹാർഡ്നെസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി. അത് കാഴ്ചയിൽ എങ്ങനെയാണ്, അതിന് കാഠിന്യമുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുതിയെ കടത്തി വിടുന്നുണ്ടോ, അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി, താപചാലകത. ഈ 4 പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും.
ക്ലിയർ ആയല്ലോ? മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാഫൈറ്റിൻ്റെ പ്രോപ്പർട്ടി കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ്സിൻ്റെ ബേസിൽ, അതുപോലെ തന്നെ എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ, പിന്നെ അതിൻ്റെ അപ്പിയറൻസിൽ. ഇനി കാർബണിൻ്റെ അടുത്തൊരു ക്രിസ്റ്റലൈൻ രൂപാന്തരമാണ് ഗ്രഫീൻ കേട്ടോ. ഗ്രഫീൻ എന്ന് പറയും. ഗ്രഫീൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഘടന കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇതൊരു ദ്വിമാന ഷഡ്ഭുജം എന്ന് പറയാം കേട്ടോ. അതായത് ഒരു 2 ഡയമെൻഷൻ കേട്ടോ, 2 ഡയമെൻഷനായിട്ട് ഒരു ഹെക്സഗൺ കണ്ടില്ലേ, ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് കേട്ടോ. ഹെക്സഗൺ കാർബൺ റിങ് ഇതുണ്ടല്ലേ, ഹെക്സഗൺ കാർബൺ റിങ് ആയിട്ടാണിത് വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ ലെയർ ആണ് കേട്ടോ, ഒറ്റ ഒരു പാളി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഗ്രഫീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, ഗ്രഫീൻസ് കൺസിസ്റ്റ് ഓഫ് ലെയേഴ്സ് ഓഫ് 2 ഡയമെൻഷണൽ ഹെക്സാഗണൽ കാർബൺ റിങ്സ്. ഗ്രഫീൻസ് ഈസ് എ സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫൈറ്റ്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ കണ്ടില്ല, ഗ്രാഫൈറ്റിൻ്റെ 3 ലെയേഴ്സുകൾ നമ്മൾ കണ്ടില്ല, അതിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഡയമെൻഷൻ ഹെക്സാഗണൽ കാർബൺ റിങ്സ് ആണ് ഗ്രഫീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുക. ഇനി ഗ്രഫീൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, 1/200 ദ വെയ്റ്റ് ഓഫ് സ്റ്റീൽ ആൻഡ് 1/5 ദ വെയ്റ്റ് ഓഫ് അലൂമിനിയം. അതായത് സ്റ്റീലിൻ്റെ 200-1 ഭാരം, സ്റ്റീൽ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ 200-1 ഭാരമുള്ള ഗ്രഫീന് അലൂമിനിയത്തിന് 5-1 ഭാരമേ ഉള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ എന്താണ്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഹൈ ആണ്, തെർമൽ കണ്ടക്ടിവിറ്റിയും ഹൈ ആണ്. ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്, ഉയർന്ന താപചാലകതയുണ്ട്. ക്ലിയർ ആയല്ലോ? പിന്നെ ഗ്രഫീൻസ് ഉപയോഗിക്കുന്ന നാനോ ടെക്നോളജി ഉണ്ടല്ലോ, നാനോ ടെക്നോളജിയിലാണ് ഗ്രഫീൻസ് കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്. നാനോ ടെക്നോളജിയിൽ വലിയൊരു എന്താണ് വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഈ ഗ്രഫീൻസിന് ഉപയോഗം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാഫീൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ എവിടെയാണ്, നാനോ ടെക്നോളജി കേട്ടോ. ഗ്രാഫീൻസ് ആർ ഓൾറെഡി എമേർജ്ഡ് ആസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ റെവല്യൂഷനൈസ് ദ ഫീൽഡ് ഓഫ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി രംഗത്ത് വൻ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന പദാർത്ഥമായ ഗ്രഫീൻ ഇതിനകം മാറിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ യൂസും മനസ്സിലാക്കുക നാനോ ടെക്നോളജിയിൽ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് കാർബണിൻ്റെ അടുത്തൊരു ക്രിസ്റ്റലി അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഫുള്ളറിൻ കേട്ടോ. ഫുള്ളറിൻ നോക്കാം എന്താണെന്നുള്ളത്. ഫുള്ളറിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടോ, എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പിൽ, ഇവിടെ ഫുട്ബോളിൻ്റെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, പെൻറ്റഗണും കാണും, അതുപോലെ ഹെക്സഗൺ വലയങ്ങളും കാണും. പെൻറ്റഗൺ ആയിട്ടുള്ള വലയങ്ങളും ഉണ്ടാവും, ഹെക്സഗൺ ആയിട്ടുള്ള വലയങ്ങളും കാണും. കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഇത് 1, അത് കണ്ടല്ലേ, 2, ഇത് 3, 4, 5 കേട്ടോ. ഇത് 5 എണ്ണം, ഇത് 5 എണ്ണം ചേർന്നിട്ട് ഇത് ഇവിടെ എന്ന് വെച്ചാൽ 5 എണ്ണമാണ്. ഇവിടെ നോക്കിയതേ, ഇതാ നോക്കി, ഇത് 1, 2, 3, 4, 5, 6. ഇവിടെ നോക്കിയാൽ 6. അങ്ങനെ പെൻറ്റഗൺ. മനസ്സിലായല്ലോ? പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പഞ്ചഭുജം ഇല്ലേ, പഞ്ചഭുജം ഉണ്ട്, 5 എണ്ണം ഉണ്ട്, അതുപോലെ 6 എണ്ണം ഷഡ്ഭുജവും ആകൃതിയിലുള്ള വലയങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഗോളരൂപത്തിലുള്ളതാണ് ഈ ഫുള്ളറിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫുള്ളറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് പെൻറ്റഗണും ഉണ്ട്, എന്താണ് ഹെക്സഗണും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഉള്ളു പൊള്ളയായിട്ടിരിക്കുക. അതാണ് ഫുട്ബോളിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഉള്ളു പൊള്ളയായിട്ടാണ് ഇരിക്കുന്നത്. ഈ പെൻറ്റഗൺ ഷേപ്പും ഹെക്സഗണും ഷേപ്പിലുമുള്ള വലയങ്ങൾ ചേർന്നിട്ട് ഒരു ഉള്ളു പൊള്ളയായിട്ടുള്ളൊരു സ്പെറിക്കൽ ഷേപ്പാണ് ഫുള്ളറിനുള്ളത്. ഇതിനെ നമ്മൾ ബക്കി ബോൾസ് എന്നൊക്കെ പറയും കേട്ടോ. ബക്കി ബോൾസും വിളിക്കപ്പെടുന്നുണ്ട് കേട്ടോ, ബക്കി ബോൾസ് എന്നും അറിയപ്പെടുന്നു. നോക്കാം, സ്ട്രക്ചർ ഓഫ് ഫുള്ളറിൻ കണ്ടല്ലോ. ഇതാണ് ഇത് കാർബണിൻ്റെ മറ്റു അലോട്രോപ്സ് ആണ്. ഫുള്ളറിൻസ് ഹാവ് ഏതാ നോക്കുക, ഹോളോ സ്പെറിക്കൽ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് പെൻറ്റഗൺസ് ആൻഡ് ഹെക്സഗൺസ്. പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചഭുജവും ഉണ്ട്, ഷഡ്ഭുജവും അതും ചേർന്നിട്ടുള്ള പൊള്ളയായിട്ടുള്ളൊരു ഗോളീയ രൂപമാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഇതിനെ ബക്കി ബോൾസ് കേട്ടോ, ഓർത്തിരിക്കുക, ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ബക്കി ബോൾസ് എന്ന് വിളിക്കപ്പെടുന്ന ഏതാണ്, കാർബണിൻ്റെ ഏത് അലോട്രോപ്സ് ആണ്, ഫുള്ളറിൻ ആണ്, ബക്കി ബോൾസ്. ക്ലിയർ ആയല്ലോ? ഇനി സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കാർബൺ നാനോ ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനാണ്. ഇവയെ ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ളതിനെ ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നുണ്ട്. IT ഫീൽഡിൽ കേട്ടോ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലാണ് ഫുള്ളറിന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫുള്ളറിൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, പെൻറ്റഗൺ, പെൻറ്റഗണും ഉണ്ട്, ഹെക്സഗൺ അല്ലേ, അത് ഇങ്ങനെയാണ് ഒരു
ഹോളോ ആയിട്ടുള്ള സ്പിയർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതിനെ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നു. അതുപോലെ സിലിണ്ടർ ഷേപ്പിലുള്ള നമ്മൾ ബക്കി ട്യൂബ്സ് എന്നും അറിയപ്പെടുന്നു. ഇതെവിടെ ഉപയോഗിക്കുന്നുണ്ട്? IT ഫീൽഡിൽ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലാണ് ഫുള്ളറൈൻ കൂടുതലായിട്ടും ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ക്ലിയർ ആയാലോ? അപ്പോൾ നമ്മൾ കാർബണിൻ്റെ എന്താണ് പഠിച്ചത്? കാർബണിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെ കുറിച്ചാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഫുള്ളറൈൻ, അതുപോലെ എന്താണ് ഗ്രഫീൻ, പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്. ഇതിലെ ഏറ്റവും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 അലോട്രോപ്സ് ആണ് ഈ ഗ്രാഫൈറ്റും ഡയമണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് നല്ലോണം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. പോയിന്റ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഈ 4 പോയിന്റുകളാണ്, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഗ്രഫീനും ഫുള്ളറൈനൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. എന്നാലും ഇതുപോലെ പ്രാധാന്യമില്ലെങ്കിലും പഠിക്കുക, ചോദിക്കാം കേട്ടോ. എക്സാമിന് 1 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം. അത് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഈ എന്താണ് ക്രിസ്റ്റലൈൻ അലോട്രോപ്സിലെ ഡയമണ്ടിനും അതുപോലെ തന്നെ ഗ്രാഫൈറ്റിനും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ, ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൈൻ, ഗ്രാഫൈൻ. അതിലേതൊക്കെയാണ് ഞാൻ പറഞ്ഞു? ഈ 2 എണ്ണം, ഡയമണ്ടും അതുപോലെ തന്നെ ഗ്രാഫൈറ്റിനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കട്ടെ. ബാക്കിയുള്ളതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് അമോർഫോസും കൂടെ പഠിക്കാണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, കാർബണിൻ്റെ ഈ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അല്ലെങ്കിൽ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ, ഇത് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് അമോർഫസ് അലോട്രോപ്സ്, അതായത് അമോർഫസ് രൂപാന്തരങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങളെല്ലാവരും നല്ലോണം പഠിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്